വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, സദസ്സിലെ അധ്യാപക, അനധ്യാപകർ, മാതാപിതാക്കൾ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ, എക്കാലത്തെയും പ്രിയപ്പെട്ട മക്കൾ, ആൺമക്കളും പെൺമക്കളും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിനീത നമസ്കാരം. ഇത് എല്ലാ വർഷവും ഇതുപോലെ വന്ന് കേൾക്കുന്നതിൽ തിളക്കം നിങ്ങൾ ചാർത്തുമ്പോൾ ഇങ്ങനെ ഒരു ആദരവ് ചടങ്ങ് കൂടി നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറയുന്നതിലെ അർത്ഥം, ഇത്തവണ ഏതാണ്ട് 80 സ്കൂളുകൾക്കാണെങ്കിൽ, ഞാൻ തൃശ്ശൂരിൻ്റെ കാര്യം മാത്രം പറയുകയാണ്, തൃശ്ശൂരിൻ്റെ 80 സ്കൂളുകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കേരളത്തിലെ 100% വിജയം കൈവരിച്ച എല്ലാ സ്കൂളുകളെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞ് മക്കൾ 1ാം ക്ലാസ് തുടങ്ങി LKGയും പ്ലേ സ്കൂളും LKGയും UKGയും ഒന്നും നമുക്കങ്ങനെ ഒരു ചുമട് ഏൽപ്പിക്കാനൊക്കത്തില്ല. എങ്കിലും മുന്നോട്ട് വരാൻ പോകുന്ന സ്കൂൾ അധ്യയന കാലം എങ്ങനെയാണ് എന്ന് പറയുന്നതിൻ്റെ രുചി പകർന്നു നൽകും. ഒരു സമയക്രമീകരണങ്ങളിലൊക്കെ ക്ലിപ്തത പകർന്നു നൽകുന്നതിന്, ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. പക്ഷെ 1ാം ക്ലാസ് മുതൽ നമ്മൾ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലെത്തിയാലും, ഏത് തലത്തിലെത്തിയാലും, ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ അവലംബിക്കേണ്ടതായ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്ന 1ാം ക്ലാസ് മുതൽ. വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എലമെന്ററി നോളജ്, ബേസിക് നോളജ് ഓഫ് എനി സബ്സ്റ്റൻസ്, അതൊരു കരിയർ ബിൽഡിങ്ങിന് വേണ്ടി മാത്രമല്ല, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള അധ്യയനത്തിൻ്റെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് ആ കേന്ദ്രത്തിന് കൂടി ഖ്യാതി ചാർത്തിക്കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിദ്യാസമ്പന്നതയിലേക്കാണ് നിങ്ങൾ ഈ ഫുൾ A+ വാങ്ങിക്കൊണ്ട് വന്ന് ചേർന്നിരിക്കുന്നത്. രാജ്യത്തിനാണ് ഈ തിളക്കം നിങ്ങൾ ചാർത്തിയിരിക്കുന്നത്. ഓരോ കുഞ്ഞും ഓരോ കുടുംബത്തിലേക്ക് ജനിക്കുന്നത് ആ കുടുംബത്തിലെ സ്വത്തായിട്ടാണ്. ആ കുടുംബത്തിൻ്റെ മറ്റ് ബന്ധുക്കൾ, പ്രത്യേകിച്ച് അമ്മാവന്മാർ, എപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പെറ്റമ്മയേക്കാൾ അമ്മാവന്മാരാണ് ഇത് ആഘോഷിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് എനിക്കറിയാം. എനിക്കങ്ങനെ എൻ്റെ അമ്മയുടെ ചോരയിൽ പിറന്ന ഒരു പെൺകുഞ്ഞ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരമ്മാവൻ്റെ ദുഃഖം ഇപ്പോഴും. പക്ഷെ എങ്കിലും ഞാൻ എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മാവനാവാൻ ശ്രമിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അധികമായിട്ടാണ് ആ സന്തോഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അമ്മാവന്മാരാണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഒരു തിളക്കം നിങ്ങൾ ആ സ്ഥാപനത്തിന് ചാർത്തി, നിങ്ങളുടെ കുടുംബത്തിന് ചാർത്തി, ബന്ധുക്കൾക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു സമൂഹത്തിന് ആ സന്തോഷം നിങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ വ്യാപ്തി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. രാജ്യം യുവശക്തിയെ വാർത്തെടുക്കുന്ന തരത്തിലേക്ക് അധ്യയനത്തിൻ്റെ രീതികളെ മാറ്റിക്കൊണ്ടുവന്നതിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് വിളിക്കുമെന്നത് NEP 2020 ഒരു രാജ്യത്തിൻ്റെ പുതുപൗരന്, യുവപൗരന് പൗരയെ വളർത്തി വാർത്തെടുക്കുന്നതിനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് അത് എഞ്ചിനീയർ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ട്, സമൂഹത്തിൽ നിന്ന് വിട്ട്,
ഓരോ കുഞ്ഞിനെയും ഈ രാജ്യത്തിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഈ രാജ്യം തന്നെ താലോലിച്ച് ഏറ്റുവാങ്ങുന്ന മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അത്രയും വ്യാപ്തിയുണ്ട് ഈ വിജയത്തിന്. നിങ്ങൾ കുഞ്ഞുങ്ങൾ അത് എത്രമാത്രം അതിൻ്റെ ഒരാഴം മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സോള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ പറയുമ്പോഴും ഇതേ ചിന്താഗതിയുള്ള, സമാന ചിന്താഗതിയുള്ള ആൾക്കാർ വന്ന് നിങ്ങളോടത് പറയുമ്പോൾ ഇതിനൊരു വലിയ ഒരു വ്യാകരണം, ഇതൊരു വലിയ പ്രൊപ്പഗാൻഡയാണ്. കുഞ്ഞുങ്ങളിലേക്ക് ഉത്തരവാദിത്വം വല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്നേഹ പുരസ്സരം അവരെ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന മുഹൂർത്തങ്ങളാക്കി മാറ്റണം ഇതുപോലെയുള്ള ആഘോഷങ്ങൾ. ഇത് ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. കം ബി പാർട്ട് ഓഫ് ദി നേഷൻ ബിൽഡിംഗ് പ്രോസസ്. ഇന്നു മുതൽ നിങ്ങൾ കൊച്ചു കുട്ടികളല്ല. 16 വയസ്സായാലും 18 വയസ്സായാലും ഇന്ന് നിങ്ങൾ ഇനി കുഞ്ഞുങ്ങളല്ല. ഈ രാജ്യത്തിന് ഞാൻ എന്ത് സംഭാവന ചെയ്യും എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ തിളക്കം, ആ തിളക്കം നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. Now you are part of the nation builders guild. അങ്ങനെയുള്ള നല്ല സംഭാവനകൾ തൃശ്ശൂരിൽ നിന്ന് സമ്മാനിക്കുമ്പോൾ അവരെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനായി ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ ഘടകം വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം അറിയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഈ വിജയം നിങ്ങളിലൂടെ സാധ്യമാക്കിയിരിക്കുന്നു. മഷിയും പേനയും പെൻസിലും ഒക്കെ ഉപയോഗിച്ച്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളുടെ ഗ്രാഹ്യശക്തി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചെങ്കിലും ആ കഴിവിന് നിങ്ങളെ പൂർണ്ണ പ്രാപ്തരാക്കിയത് അധ്യാപകരാണ്, അനധ്യാപകരാണ്. ഒരുപക്ഷെ നല്ല പഠന അധ്യയന അന്തരീക്ഷം ഒരുക്കിയ ഓരോ സ്കൂളിലെയും സ്വീപ്പർ അടക്കമുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ചില നൈമിഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള അമ്മമാരാണ്, ചേച്ചിമാർ. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ പൂർണ്ണമായ ആത്മസമർപ്പണം ഉണ്ടാവേണ്ടത് ആ വിഭാഗങ്ങളുണ്ട്. തിരിച്ചെത്തണം. ജീവിതത്തിൽ ഏത് വലിയ ഉയരത്തിലെത്തിയാലും ഏത് കൊടുമുടി പിടിച്ചടക്കിയാലും തിരിച്ചെത്തണം ഈ അമ്മ മടിയിലേക്ക്. അധ്യാപകരെ എല്ലാം ഓർക്കണം എന്ന് ഞാൻ എന്നും, ഞാൻ കോടീശ്വരൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഫ്ലോറിലേക്ക് കയറുന്നതിന് ഇപ്പം കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ആ ഫ്ലോറിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് ഇതുപോലൊരു പടിക്കെട്ടുണ്ട്. അത് സ്റ്റേജിന്റെ പിന്നിലാണ്, നിങ്ങൾ കാണുന്ന വേദിയുടെ പിന്നിലാണ്. അവിടെ വന്ന് 1 മണിക്കൂർ പ്രാർത്ഥനയിൽ ദൈവങ്ങളെ വിളിക്കുന്നതാകെ 5 മിനിറ്റ്, പിന്നെ ഒരു 40 മിനിറ്റ്, 45 മിനിറ്റ്, ചിലപ്പോൾ 55 മിനിറ്റ് പ്രാർത്ഥന പോകുന്നത് മുഴുവൻ സഞ്ചാരമാണ്. മാനസപൂജയിൽ ഞാൻ തൊട്ടറിഞ്ഞ്, ഞാൻ അവരുടെ വിയർപ്പിന്റെ ഗന്ധമറിഞ്ഞ് അധ്യാപകർ പേരുകൾ വരെ എനിക്ക് വിളിച്ച് അവരെ വരുത്താൻ പറ്റും. അങ്ങനെ മനസ്സിലൂടെ ആ അധ്യാപകരെ മുഴുവൻ, മിസ് ഐവി, മിസ് റോഡ ഫെർണാണ്ടസ്, മിസ് റീറ്റ ഫെർണാണ്ടസ്, സീറ്റ ഫെർണാണ്ടസ്, അങ്ങനെയുള്ള സാറന്മാരെല്ലാം, മിറാൻഡ, കുഞ്ചറിയ, വട്ടപ്പേരൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കുഞ്ചറിയയ്ക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ ആ വട്ടപ്പേര് വിളിച്ച് തന്നെയാണ് തൊഴുതു നിന്ന് ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഈ അധ്യാപകരെ മുഴുവൻ ഹൃദയത്തിലൂടെ ഒന്ന് സഞ്ചരിപ്പിച്ച് അവരുടെ എല്ലാം പാദത്തിൽ തൊട്ടുവണങ്ങി ഒരുപാട് സ്നേഹം തന്ന അധ്യാപകരുണ്ട്. അവരെല്ലാം വളരെ ചീക്കിയായിട്ടുള്ള കവിളിലൊരു ഉമ്മയും ചാർത്തി ഈ പ്രാർത്ഥനയുടെ ഒടുവിലാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ആ പടിക്കെട്ട് കയറി ആ കസേരയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ആ പരിപാടിയിലൂടെ ഒരുപക്ഷെ എന്നിലെ വ്യക്തിയെ
എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിൽ ആ ഗുരുത്വത്തിൻ്റെ വിജയമാണ് എനിക്ക് ആ പ്രോഗ്രാമിലെ തിളക്കത്തിലൂടെ ചാർത്തി കിട്ടിയത്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം പാലിക്കാൻ സാധിച്ചാൽ നിങ്ങൾ കൊടുമുടികൾ കാണില്ല. കൊടുമുടികൾ അനന്തമായി നിങ്ങളുടെ മുന്നിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കയറ്റത്തിൻ്റെ ചവിട്ടുപടികൾ മാത്രം ചവിട്ടിക്കുക. എൻ്റെ ജീവിതം തന്നെ നോക്കിക്കോളൂ. രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഒരു ഒരു ടോർമെൻസ് എന്തൊക്കെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വളർന്നു വലുതായ നേതാവിന് ഇത്രയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു കലാകാരനായിട്ട് വന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ കലാകാരനായിട്ട് തന്നെ നിൽക്കുന്നു. ഇനി കലാകാരനായിട്ട് മാത്രമേ നിൽക്കൂ, കലാകാരനായിട്ട് മാത്രമേ അവസാനിക്കൂ. ഒരു നിർവഹണം, ഒരു പുതിയ ഉദ്യമം എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്നുമല്ല, പക്ഷെ അത്രയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാൻ ഈ പ്രാർത്ഥന, അതിൻ്റെ ഗുണം ഞാൻ കൈപ്പറ്റാറുണ്ട്. ഇത് ആണ് എനിക്ക് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കുള്ള സന്ദേശമായി നൽകാനുള്ളത്. എല്ലാ മക്കളും ഭാരതത്തിൻ്റെ ഉത്തമ പൗരന്മാരായിട്ട് വളർന്നു വരണം. നല്ല സംഭാവനകൾ ചെയ്തുകൊണ്ട് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് അന്വർത്ഥമാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഭാരതമാതാവിനെ സ്നേഹിക്കും, ഭാരതമാതാവിൻ്റെ ഝണ്ട വാഹകരാവും, ഈ രാജ്യത്തിന് ഖ്യാതി കൊണ്ട് മൂടും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഞാനിവിടെ അനുമോദിക്കാൻ തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 3 മണിക്കൂർ നിന്നാണ്, അല്ലേ? 3-3.5 മണിക്കൂർ. പിന്നെ എത്ര മണിക്കൂറാകുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? ആണോ? ഓക്കെ, താങ്ക് യു.